തീ കത്തുമ്പോൾ പക്ഷം ചേർന്നില്ലെങ്കിൽ നിങ്ങൾ തീ വെച്ച ആളുടെ കൂടെയാണ് എന്നൊരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പ്രശ്നം, തർക്കം അല്ലെങ്കിൽ അനീതി ഉണ്ടാകുമ്പോൾ ന്യൂട്രലായി നിൽക്കാൻ തീരുമാനിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ഒരുപക്ഷെ നിങ്ങളോ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കാം. എന്തുകൊണ്ടായിരിക്കും ഒരാൾ ന്യൂട്രലായി നിൽക്കാൻ തീരുമാനിക്കുന്നത്? കോൺഫ്ലിക്റ്റ് അവോയ്ഡൻസ്, തർക്കം ഒഴിവാക്കാനുള്ള മനോഭാവം. ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഞാനൊരു പക്ഷം ചേർന്ന് വേറൊരു പക്ഷത്തിനെതിരെ സംസാരിച്ചാൽ എന്നെക്കുറിച്ച് ചുറ്റുമുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും? ആ ഒരു നെഗറ്റിവിറ്റി എന്നെ ബാധിക്കില്ലേ? അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ പ്രഷർ കൊണ്ട്, ഫിയർ ഓഫ് ഒപ്പീനിയൻ കൊണ്ടൊക്കെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും, തർക്കങ്ങളിൽ നിന്നും, അനീതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടുത്തത് ബൈസ്റ്റാൻഡർ എഫക്റ്റ് ആണ്. അതായത് ഇതിൽ ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും പ്രതികരിച്ചില്ലെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊള്ളും എന്നുള്ള ധാരണയാണ് നമ്മൾ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന് പറയുന്നത്. മോറൽ ഡിസെൻഗേജ്മെൻറ്റ്, ഉത്തരവാദിത്തം ഒഴിവാക്കൽ. ഇതെൻ്റെ പ്രശ്നമല്ല എന്നുള്ള മനുഷ്യൻ്റെ ധാരണ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്കുണ്ടാകുന്ന ആ ഒരു ഗിൽറ്റ് ഒഴിവാക്കാനായിട്ട് ഞാനൊരു പക്ഷം ചേർന്നല്ലോ, അല്ലെങ്കിൽ ഞാനിതെൻ്റെ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തല്ലോ, അതിനുശേഷം വരുന്ന കാര്യങ്ങളും കൂടെ ഞാൻ നോക്കേണ്ടതില്ലേ എന്നുള്ള രീതിയിലേക്ക് ഒരു മനുഷ്യൻ്റെ ചിന്ത പോകുന്നതിനെയാണ്, അതിൽ നിന്ന് മാറി നിൽക്കുന്നതിനെയാണ് നമ്മൾ മോറൽ ഡിസെൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് തന്ത്രപരമായിട്ടുള്ള ന്യൂട്രാലിറ്റിയാണ്, സ്ട്രാറ്റജിക്കൽ ന്യൂട്രാലിറ്റിയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം നടക്കുന്ന സമയത്ത് യുണൈറ്റഡ് നേഷൻസിന് സമാധാനത്തിന് വേണ്ടിയൊക്കെ നിൽക്കേണ്ടി വരും എന്നുള്ളൊരു സംഗതി, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തുമുള്ള ആൾക്കാരെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. നമുക്ക് കൃത്യമായിട്ടൊരു പക്ഷത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഇതിനൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ആക്ച്വലി കൈൻഡ് ഓഫ് എ നെസസിറ്റി വെൻ വി ആർ മോഡറേറ്റിംഗ് ഓർ വി ആർ സ്റ്റാൻഡിങ് ഇൻ ബിറ്റ്വീൻ എ കോൺഫ്ലിക്റ്റ്. ഈ വീഡിയോ സത്യത്തിൽ ഉന്നം വെക്കുന്നത് അടുത്ത ഒരു പോയിൻ്റാണ്, അടുത്തൊരു കാറ്റഗറിയാണ്. അത് ഫോൾസ് ന്യൂട്രാലിറ്റിയാണ്. ഫോൾസ് ന്യൂട്രാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു അനീതി നടക്കുമ്പോൾ ആ അനീതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ നിങ്ങളൊരു ന്യൂട്രൽ സ്റ്റാൻഡ് സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സിസ്റ്റിംഗ് സിറ്റുവേഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഫോൾസ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. അതായത് അനീതിയുടെ സമയത്ത് നിങ്ങൾ പക്ഷം ചേർന്നില്ലെങ്കിൽ നിങ്ങൾ അടിച്ചമർത്തപ്പെട്ടവർക്കെതിരെ നിൽക്കുകയാണ് എന്ന്, അനീതിക്കിരയായ ആൾക്കാർക്കെതിരെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന്. കൃത്യമായി പറയുകയാണെങ്കിൽ അനീതിയുടെ സമയത്ത് നിങ്ങൾ പക്ഷം ചേർന്നില്ലെങ്കിൽ നിങ്ങൾ അനീതി പ്രവർത്തിച്ച ആൾക്കാരുടെ കൂട്ടത്തിലാണ്, നിങ്ങൾ അനീതിക്കിരയായ ആൾക്കാരോട് തെറ്റ് ചെയ്യുകയാണ്. നിഷ്പക്ഷത എന്ന് പറയുന്ന ഒരു സംഗതിയൊന്നുമില്ല. ഒരു മനുഷ്യൻ അയാൾ അപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അയാൾ നേടിയെടുത്തിട്ടുള്ള അയാളുടെ അറിവ്, അനുഭവങ്ങൾ, ഇതെല്ലാം കൊണ്ട് തന്നെയും എന്തെങ്കിലും ഒരു വിഷയം അയാളുടെ ചുറ്റുവട്ടത്ത് നടക്കുമ്പോൾ അതിനെക്കുറിച്ച് സ്വാഭാവികമായ ഒരു പക്ഷം ചേരൽ അയാളുടെ മനസ്സിൽ നടക്കുന്നുണ്ടാവും. പക്ഷേ ഈ നിഷ്പക്ഷത എന്ന് പറയുന്ന സംഗതി പ്രകടനത്തിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഈ പ്രീവിയസ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ലേണിങ്സ് ഒക്കെ കൊണ്ട് ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് സ്വാഭാവികമായി ഒരു പക്ഷത്തേക്ക് പോവാം. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്വാഭാവികമായുള്ള പക്ഷം ചേരലിന് വിരുദ്ധമായി ഒന്ന് ചിന്തിച്ച് നോക്കാനായി തയ്യാറെടുക്കും. കാരണം എൻ്റെ മനസ്സിൽ വരുന്ന ഈ ചിന്തകൾ ശരിയാണോ, അല്ലെങ്കിൽ ആ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ഒന്ന് കൂടുതൽ പഠിക്കാൻ, അറിയാൻ, അതിനുശേഷം മാത്രം തീരുമാനത്തിലേക്ക് എത്താനായിട്ട് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ചില ആൾക്കാരെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്തയിലേക്ക് തന്നെ പോകുക എന്നുള്ളതാണ്. നിഷ്പക്ഷത എന്ന് പറഞ്ഞൊരു സംഗതി എന്ന് പറയുന്നത് പ്രകടനത്തിലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സ്വാഭാവികമായി ഇങ്ങനൊരു ചിന്ത മനസ്സിൽ വരുന്നുണ്ട്, പക്ഷേ ഞാനത് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കൊരു കാര്യത്തിലേക്ക് ആൾക്കാർ പോകുന്നതിനെയാണ് നമ്മൾ ഈ നിഷ്പക്ഷത, ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയുന്നത്. ഞാൻ അപ്പൊളിറ്റിക്കലാണ്, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാഗത്തോട് താല്പര്യമൊന്നുമില്ല എന്നൊക്കെ വളരെ പ്രൗഡായിട്ട് പറയുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവില്ലേ? നിങ്ങൾ അത്തരത്തിൽപ്പെട്ട ഒരാളാണോ? നമ്മളീ പറഞ്ഞതിൽ ഏത് പക്ഷത്താണ് നിങ്ങൾ നിൽക്കുന്നത്?